പുള്ളിയുടെ വീഡിയോസും ആളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ചാനലാണ്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാം. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മളുള്ളത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇന്നലെ രാത്രി ഒരു 7:30 ആയപ്പോൾ നമ്മൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ബസ് കയറി. അവിടെ നേരെ കൊട്ടാരക്കര വന്നു. കൊട്ടാരക്കരയിൽ നിന്ന് അടുത്ത ബസ് കയറി കൊല്ലത്ത് വന്നു. കൊല്ലത്തുനിന്ന് ഇത് 10 മണിക്കത്തെ ട്രെയിനിൽ കയറിയിട്ട് ഇപ്പം 9:30 ആയി. രാവിലെ നമ്മൾ കണ്ണൂർ എത്തിച്ചേർന്നിട്ടുണ്ട്. പരിപാടി വേറൊന്നുമല്ല, നമ്മുടെ ഷാക്കിർ ബ്രോയുടെ മല്ലു ട്രാവലർ എന്ന ഈ ചാനലിലെ ഷാക്കിർ ബ്രോയുടെ യൂറോപ്പ് ട്രിപ്പിൻ്റെ ഫ്ലാഗ് ഓഫ് ആണ്. അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പം പയ്യന്മാരൊക്കെ കുറച്ച് പേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെയൊക്കെ ഒന്ന് കാണണം, ഷാക്കിർ ബ്രോയെ ഒന്ന് കാണണം, ഫ്ലാഗ് ഓഫിനെ അറ്റൻഡ് ചെയ്യണം, വൈകിട്ട് തിരിച്ചു തരണം. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്ന വഴി കാണാം. അപ്പം കണ്ണൂർ എത്തിയിട്ടുണ്ട്. നമ്മുടെ RSBയിലെ പയ്യന്മാരെല്ലാം എത്തിയിട്ടുണ്ട്. ഒരു ഹായ് അറിഞ്ഞാളിയാ. ഒരു 5-6 പേര് നമ്മളെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച്, വാട്സാപ്പിൽ മെസ്സേജ് വെച്ചിട്ട് നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട്. ബാക്കി പയ്യന്മാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ഇനി ഒരു ചായ അടിക്കണം, എന്നിട്ട് ബാക്കി പരിപാടികൾ നോക്കണം. ഇവിടെ 3 മണിക്കാണ് ഫംഗ്ഷനൊക്കെ, 3 മണിക്കാണ്. അപ്പോൾ അവിടെ ആട്ടോ എക്സ്പോയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മുടെ ലിനോ ബ്രോയുടെ വണ്ടി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വണ്ടി ഒന്ന് കാണണം. അങ്ങനെ കുറച്ച് കൊച്ചു പരിപാടികളുണ്ട്. പിന്നെ പയ്യന്മാരെല്ലാം ഒന്ന് മീറ്റ് ആക്കണം. ഇവന്മാരെല്ലാം ഇന്ന് കണ്ടാണ്. വരെ മുന്നേ പരിചയമോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാവരും ഇന്ന് കണ്ടേ. നമ്മൾ പുതിയ ആൾക്കാരുള്ള സ്ഥലങ്ങളിലോട്ടാണ് നമ്മുടെ യാത്രകൾ മൊത്തം. അപ്പോൾ എന്തായാലും ഇനിയിപ്പം ചായ പിടിച്ചിട്ട് കാണാം. നമ്മുടെ മച്ചാനെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു മച്ചാനെ നേരിട്ട് ഇങ്ങനെ ഒരു സെൽഫി വീഡിയോ എടുക്കണമെന്നുള്ളത്. അപ്പം ആരെയും പരിചയപ്പെടുത്തി തരണ്ടല്ലോ, അരിസ്മോക്കിയെ പരിചയപ്പെടുത്താനായിട്ട് ഇനിയൊരു പ്രത്യേകത വേണ്ട. അപ്പൊ മച്ചാനെ എന്താ പറയാനുള്ളത്? റൈഡിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു. ഞാൻ റൈഡ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയല്ലോ, സെപ്റ്റംബർ 2-ന് സ്റ്റാർട്ട് ചെയ്തു. മച്ചാൻ 1-ന് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ മണാലിയിൽ നിന്ന് ഇറങ്ങിയതിന്റെ തലേന്ന് പിറ്റേന്നാണ് ഇവർ വന്നത്. അതുകൊണ്ട് അന്നൊന്നും ഇവരെ കയ്യിൽ കിട്ടിയില്ല. അപ്പൊ ഇപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മല്ലു ട്രാവലറിന്റെ ഒരു ഫ്ലാഗ് ഓഫിനാണ് ഈ ഒരു വിധി ഉണ്ടായത്. ഇപ്പൊ എന്തായാലും മച്ചാനെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമ്മളൊക്കെ ഇപ്പൊ ഇപ്പൊ എന്തായാലും കണ്ണൂരാണുള്ളത്. റൈഡ് ആളുണ്ടായിരുന്നു ലഡാക്ക് റൈഡില്. ആള് ഹിമാലയനല്ലേ? ഹിമാലയം. അപ്പൊ പുള്ളിയുടെ വീഡിയോസും ആളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ചാനലാണ്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാം. എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ വളർന്നു വരുന്ന ഒരു യൂട്യൂബറാണ്. അങ്ങനൊന്നുമില്ല. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് മച്ചാനെ ഇങ്ങനെ കണ്ടു. കാരണം ഒത്തിരി ആരാധകരുടെ ഒരു മുതലാണ് കേട്ടാ. അപ്പൊ ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ബാക്കി അങ്ങോട്ട് പോകുന്ന ടൈമില് നമുക്ക് അവിടെ എത്തി കാണാം. ഇന്ന് വൈകിട്ട് വരെ ഫുള്ള് പ്രമുഖന്മാരുടെ കളിയാണ് ഇന്ന് മൊത്തം. അപ്പം നമ്മുടെ റൈഡർ സ്വീറ്റ് ബോയുടെ പേഴ്സണൽ ലോഗോ നമ്മൾ അരിസ്മോക്ക് കൈമാറുകയാണ്. ഒപ്പം നമ്മുടെ സ്റ്റിക്കർ, മച്ചാനെ വണ്ടി ഒട്ടിക്കാനായിട്ട് നമ്മുടെ സ്റ്റിക്കർ. അപ്പം അപ്പം നമ്മളിവിടെ പ്രോഗ്രാം നടക്കുന്ന സ്കൂളിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരുവിധം വണ്ടികളും കാര്യങ്ങളും എല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ മോട്ടോർ എക്സ്പോയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് ഈ ഗ്രൗണ്ടിലാണ് പരിപാടി, അകത്ത് വെച്ചിട്ടാണ് പരിപാടി. ഗ്രൗണ്ടിലാണ് പാർക്കിംഗ് കാര്യങ്ങളൊക്കെ. പരിപാടി അടിപൊളി പരിപാടി കേട്ടോ. അത്യാവശ്യം ഒരുപാടും ഏതാണ്ട് 60-ൽ പരം കണ്ണൂരത്തെ ക്ലബ്ബുകൾ തന്നെ വന്നിട്ടുണ്ട്. റൈഡിങ് ക്ലബ്ബുകൾ തന്നെ 60-ൽ പരം കണ്ണൂരത്തെ റൈഡിങ് ക്ലബ്ബുകൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ലഡാക്കിനെ പറ്റിയൊക്കെ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുള്ള ലിനോ ബ്രോയുടെ ഒരു സ്വപ്ന യാത്രയാണ്
പിന്നെ ഇന്ത്യ മൊത്തവും ഇതുപോലൊരു വണ്ടിയിൽ ചുറ്റിക്കാണുക എന്നുള്ളത്. ഇപ്പോൾ ഫുഡും സ്റ്റേയും ഒക്കെ അവർ ഈ വണ്ടിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു സെറ്റപ്പാണ്. ഇതിനെ പറ്റിയിട്ട് കൂടുതലൊരു വീഡിയോ ലിനോബ്രോ എന്തായാലും ലിനോബ്രോയുടെ ഡ്രീം 360 എന്ന ചാനലിൽ ചെയ്യും. അപ്പോൾ ഇതാണ് അവർ പോകുന്ന വണ്ടി. അപ്പം സ്റ്റേക്ക് പ്രത്യേകിച്ച് കാശുകളൊന്നുമില്ല. ഇതിനകത്ത് തന്നെ ടെൻറ്റ് അവർ അടിച്ചിട്ടുണ്ട്. ടെൻറ്റ് പിന്നെ ബാക്കിയുള്ള ഫുഡ് വയ്ക്കുന്ന സംഭവവും കാര്യങ്ങളും എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും പൊളിയൊരു കൺസെപ്റ്റാണ് കേട്ടോ. അപ്പം ട്രാവൽ ചെയ്യുന്നവർക്ക് എങ്ങനെ റേറ്റ് കുറച്ച് ട്രാവൽ ചെയ്യാം എന്നുള്ളതും കൂടി ലിനോബ്രോ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുകയാണ്. കുറച്ചാളെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് വേദി സെറ്റായിട്ട് ഇന്നുവരെ കണ്ടിട്ടില്ല. കേരളത്തിന്റെ നോർത്തേൺ സൈഡിലോട്ട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. കണ്ണൂരിന് ഒരു വലിയ ഒരു മിനിറ്റ്
ഡ്രീം നിറവേറുന്ന ദിവസം നീ ഇവിടെ വരുമോ കാർത്തികൻ ചോദിച്ചപ്പോ ഡേ ടു ഡ്രീം എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ വരാതിരിക്കുന്നത്? ഇനി എന്റെ വലിയൊരു ആഗ്രഹമാണ്. ഇവിടെ നിൽക്കുന്ന എത്ര പേർക്ക് എന്റെ ഇൻട്രോ അറിയാം? നമുക്ക് കേരളമല്ല, ആക്ച്വലി ഇത്രയും കൗണ്ട് വന്ന സ്ഥിതിക്ക് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഇൻട്രോ എടുക്കാൻ നിങ്ങൾ റെഡിയാണ്? അവനെടുത്തോ സക്കീർ ബ്രോ, റെഡിയാണോ? എന്താ ഇനി വരാൻ പോകുന്ന 5 വർഷത്തിൽ ഈ ക്രൗഡിൽ നിൽക്കുന്ന എനിക്ക് എത്ര പേരുടെ പുറത്തുനിന്ന് 100 പേരെങ്കിലും ഷക്കീർ മച്ചാനെ പോലെ ഇവിടെ ഇരിക്കുന്ന ഡ്രീം ഫുൾഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെ പോലെ നിങ്ങളെ ഡ്രീം ഫോളോ ചെയ്യണം. നമ്മുടെ 8 വർഷം പഠിച്ച സ്കൂളായത്. എന്താ പറയേണ്ടത്? ഭയങ്കര സന്തോഷം. ഞാൻ സെന്റ് മൈക്കിൾസിലാണ് പഠിച്ചത് +2 വരെ. അപ്പോൾ ഇത്രയും പേരെ കണ്ടത് ഒത്തിരി സന്തോഷം. ഷാക്കിർ ഭായിക്ക് ഇത്രയും ഒറ്റ ചാനൽ ഫാൻസ് ഉള്ളത് ഭയങ്കര ഭാഗ്യമാണ്. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. Thank you so much. Thank you. Thanks a lot. Sindhana. അങ്ങനെ വീണ്ടും കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ പരിപാടി ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം അത് ഭയങ്കര റഷായിരുന്നു, ഒരു രക്ഷയില്ല. നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ 4 ഇരട്ടി തിരക്കായിരുന്നു. അപ്പോൾ ഇടിയും ബഹളവും. അപ്പോൾ ഇറങ്ങിയപ്പോഴൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല. അപ്പം ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇനിയിപ്പോൾ ട്രെയിനിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആക്കാതെ ഞാൻ കട്ട് ചെയ്ത് ഇതാക്കിയതാണ്. ഇതും പരിപാടിയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.